ഹലോ ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വൈകുന്നേരം ഒറ്റയ്ക്ക് ഇരുന്നാണ് ചായ കുടിച്ചത് കേട്ടോ. ഞാൻ പിള്ളേർ വന്നിട്ട് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നേന്. അപ്പോൾ അവർ വന്നിട്ട് അവർ കളിക്കാൻ പോയി കേട്ടോ. ചേട്ടൻ്റെ കുട്ടി കഴിഞ്ഞ് വന്നിട്ടുമില്ല. ചേട്ടൻ ഇന്ന് വരെ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ചായ കുടിച്ചു കേട്ടോ. ഞാൻ ദോശ ഉണ്ടാക്കാനാണ് ഞാൻ ഉലുവ എടുത്ത് പച്ചരി ഉഴുന്ന് വെള്ളത്തിട്ടപ്പം ഇട്ടിരുന്നത്. അപ്പോൾ അബിമോള് പറഞ്ഞ് അബിക്ക് ഇഡലി മതിയെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് വൈകിട്ട് അരിയൊക്കെ അരച്ച് വെച്ച് കേട്ടോ. എന്നിട്ട് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കേട്ടോ. ഇഡലിയും വെള്ളച്ചമ്മന്തിയും വേണമെന്ന് അബിമോള് പറഞ്ഞേക്കണത്. എനിക്കും കൂടുതലിഷ്ടം ഇഡലിയാണ് കേട്ടോ. ദോശയോട് അത്ര താല്പര്യമില്ല കേട്ടോ. രാത്രിയിലേക്ക് കഴിക്കാൻ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ അബിമോളവിടെ മുട്ട ചിക്കുന്നുണ്ട്. അപ്പോൾ കടലക്കറി ഉണ്ട്. അപ്പോൾ അവൾക്ക് കടലക്കറി വേണ്ട, മുട്ട ചിക്കിയത് മതി പറഞ്ഞുകൊണ്ട് അവൾക്ക് മുട്ട ചിക്കിയത് ഉണ്ടാക്കുന്നുണ്ട്. അവളെല്ലാവർക്കും വേണ്ടിയിട്ട് ചപ്പാത്തിയും ചുടുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയതാണ് കേട്ടോ. കടലക്കറി രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. എന്നിട്ട് രാത്രിയിലത് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് പാത്രമൊക്കെ കുറച്ച് കഴിവാനുണ്ടായിരുന്നു. കുറച്ച് എനിക്ക് ചേട്ടായി കഴുകി തന്നു. ബാക്കിയുള്ളത് ഞാൻ കഴുകി. എന്നിട്ട് വേസ്റ്റൊക്കെ നമ്മളുടെ സൈഡിലൊരു ബിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടോ. ഇനിയിപ്പം കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേട്ടൻ കഴുകി വെച്ചു. പിറ്റേന്ന് രാവിലെ ഇഡലി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ചേട്ടയ്ക്ക് ഇന്ന് രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ്. അഭിമോളും അപ്പൂസും എണീറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമമൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കാൻ പറ്റുന്നതെല്ലാം ഇൻഡക്ഷൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ചായ, ദോശ, അങ്ങനെ ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രങ്ങളുള്ളതെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഇൻഡക്ഷനിലാണ് ചായ ഉണ്ടാക്കേണ്ടതും ദോശ ഉണ്ടാക്കേണ്ടതൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പൂസ് സ്കൂളിൽ പോയിട്ടോ. അബിക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ട. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചിട്ട് പിന്നെ കുറച്ച് മാവ് ബാക്കി ഇരുന്നതെടുത്ത് ഞാൻ ഒരു ബൗളിലേക്ക് പകർത്തി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഉച്ചക്കത്തേക്ക് നമുക്ക് കഞ്ഞിയാണേ. അപ്പോൾ കഞ്ഞിക്ക് നമുക്ക് കടല വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയല്ലേ. അപ്പോൾ ഇറച്ചി മീനൊന്നും ഒന്ന് കൂട്ടണമെന്ന് വിചാരിച്ചു. മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മീൻ എടുത്തില്ല കേട്ടോ. മീൻ പിറ്റേ ദിവസത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ചയല്ലേ. അങ്ങനെ കടല വളർത്തിയതും കഞ്ഞിയും മാങ്ങാച്ചാറും ആയിരുന്നു ഉച്ചയ്ക്കും വൈകിട്ട് കഴിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് തുണിയൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ വൈകിട്ട് മുറിയൊക്കെ ഒന്ന് അടിച്ച് വാരിട്ട് പിന്നെ നമ്മൾ കുരിശൊക്കെ വരയ്ക്കാനിരുന്നേ. അതിനുശേഷം പിന്നെ നമ്മൾ കഞ്ഞി എടുത്തു. കഞ്ഞിയും കടല വളർത്തിയതും മാങ്ങാച്ചാറുമാണ് കേട്ടോ. കഞ്ഞിയിൽ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കഞ്ഞിക്കത്തുനിന്ന് കുറച്ച് ചോറ് എടുത്തിട്ടാണ് ടോമയ്ക്ക് ചോറ് കൊടുത്തത്. അങ്ങനെ രാത്രിയിലത്തെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാവിലെ നമുക്ക് ഗോതമ്പ് കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് കൂട്ടിന് പഴം വാങ്ങി വെച്ചിട്ടുണ്ടേ. പിന്നെ കറി നമുക്ക് മീൻ കറിയും ക്യാബേജ് തോരനുമാണ് കേട്ടോ. ചാളമീനാണേ. അപ്പോൾ അത് വാങ്ങിയിട്ട് 2 ദിവസമായി. അതായത് നമ്മൾ വ്യാഴാഴ്ച വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ എടുത്തില്ല. ശനിയാഴ്ചത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ശനിയാഴ്ച നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐസ് മാറിയിട്ടില്ല. അപ്പോൾ തണുപ്പ് മാറാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് മാറിയിട്ട് വേണം നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇത് ക്യാബേജ് തോരൻ അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് പച്ചമുളക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. സ്പൂണും കൊണ്ടൊക്കെ ഇളക്കുന്നതിനെക്കാട്ടും ഒരു ടേസ്റ്റ് കൂടുതൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെവടി ഇളക്കുന്നതിനല്ലേ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെവടി ഇളക്കി ഒന്ന് എടുത്തു കേട്ടോ. എന്നിട്ട് കൈ നനച്ച് ഇത്തിരി വെള്ളം ഒന്ന് നനച്ച് കൊടുത്തട്ടോ. എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് നമ്മളത് അടപ്പിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് മൂടി വെച്ച് ആവി കയറ്റി നമ്മൾ ക്യാബേജ് തോരൻ റെഡി ആയിട്ടിരിപ്പോണ്ടേ. പിന്നെ ചാളക്കറി ഉണ്ടാക്കി കേട്ടോ. മീൻ കറി ഉണ്ടാക്കി. പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് കഴിക്കാൻ ക്യാബേജ് തോരനും ഈ ചാള മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.